മക്കളെ കുറച്ച് ദിവസം ഞാൻ കിടപ്പിലായിരുന്നല്ലോ, എന്നുവെച്ചാൽ ഒരു 2 മാസത്തോളം. ഇതുവരെ നിങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല, നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ഇന്ന് നല്ല വെറൈറ്റി ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. അതെന്താന്ന് ചോദിച്ചാൽ മുട്ട പൊറോട്ട റോളാണ് കേട്ടോ. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. മക്കൾ, അതിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് കക്കരിക്ക, ഒരിച്ചിരി മല്ലിച്ചപ്പ്, ഒരു പച്ചമുളക്, കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അതുണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി വന്നാൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ 2 വലിയ ഉള്ളിയാണ് നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് റൗണ്ടിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരട്ടെ. നിങ്ങൾ വിചാരിക്കേ ഇതെന്താ 3 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചതെന്ന്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, പിന്നെ ഒഴിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഒഴിച്ചത് കേട്ടോ. മക്കളെ, നമ്മുടെ ഉള്ളി ഇതേപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ, വല്ലാതെ വഴളണ്ട. ഇനി നമുക്കിത് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ടാ. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ പെരുംജീരകപ്പൊടി. 1/4 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ചതച്ചതാണ് കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പാതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി കുനുകുനാ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണങ്ങൊക്കെ മാറട്ട്, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മക്കളെ, നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കാശ്മീർ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ റോളിന് ഒരു കളറും ഒന്ന് എരിവൊക്കെ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല തീ വെച്ച് കൊടുക്കരുത്, ഒരു മീഡിയം തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇത് 4 സൈഡിലുമായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം മസാലകൾ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചങ്ങട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിത് മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുക്കാം. ഈ മുട്ടേൻ്റെ അടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് മീഡിയം തീ വെച്ച് കൊടുത്ത് വേവിക്കാം. നമ്മൾ ആദ്യം 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഇതിനാണ്. അതില്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ വേറെ എണ്ണ ഒഴിക്കേണ്ടി വരും, മുട്ട അടി പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ മസാലയുടെ കൂടെ എണ്ണയാവും, മുട്ട അടി പിടിക്കത്തുമില്ല, ഒക്കെ ഒന്നോടെ മിസ്സാവുകയും ചെയ്യും. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയോടെ ചേർന്ന് വേണം നമ്മുടെ കോഴിമുട്ട മിസ്സാവാൻ കേട്ടോ. മുട്ട നമ്മൾ ഇളക്കുമ്പോൾ വല്ലാതെ കുത്തി ഉടയ്ക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ലേശം കഷ്ണങ്ങളൊക്കെ വേണം, അപ്പോഴാണ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ കുത്തി കുത്തി ഉടയ്ക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വരും. ഇത് കണ്ടില്ലേ, നമ്മുടെ മുട്ട ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ട ചിക്കി ഉണ്ടാക്കുമല്ലോ, അതേപോലെ വേണം എടുക്കാൻ. അപ്പം ഇച്ചിരി ഇതേപോലത്തെ ഓരോരോ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മുട്ട ചിക്കിയതും മസാലയും ഉള്ളിയും ഒക്കെ മിക്സായി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരിച്ചിരി മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി എല്ലായിടത്തും മിക്സായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മളിട്ട മല്ലിയുടെ ഇല ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇറക്കി വെക്കാം. മക്കളെ, ഇനി വേണ്ടത് നമ്മുടെ പൊറോട്ടയാണ് കേട്ടോ. ഞാനിത് കടയിൽ നിന്നാണ് വാങ്ങിയത്. നമ്മൾ ഉണ്ടാക്കാൻ
ഒരുപാട് ടൈം പിടിക്കും. അതുകൊണ്ട് ഉണ്ടാക്കാതെ കടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ടയാണ്. ഇനി നമുക്കിത് ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മുട്ട മസാല ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പരത്തി വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കക്കരിക്ക അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇനി നമുക്ക് ഈ പൊറോട്ടനെ ഒന്ന് ചുറ്റിയെടുക്കാം. മടക്കി റോളാക്കിയിട്ട് കണ്ടില്ലേ, ഇതേപോലെ റോളാക്കി എടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ടയില്ല, അപ്പോൾ ഒന്ന് പൊടിഞ്ഞു വരും കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഈ പേപ്പറിൽ വെച്ച് ചുരുട്ടിയെടുക്കണം. കണ്ടില്ലേ, കുറച്ച് ടൈറ്റായിട്ട് ചുരുട്ടുമ്പോഴേ അതങ്ങനെ അമങ്ങിയിരുന്നോളും. രണ്ട് വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഈ വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ട മുട്ട റോള് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാതും ആക്കിയെടുക്കാം. മക്കളെ, റോൾ എടുത്താൽ അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, എന്ത് ഭംഗിയാ കാണാൻ തന്നെ. നമ്മുടെ പൊറാട്ട മുട്ട റോളേ, ചിക്കൻ പൊറാട്ട റോളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ മുട്ട പൊറാട്ട റോള് കഴിച്ചു നോക്കണം കേട്ടോ. എന്തായാലും ഒന്ന് ടേസ്റ്റ് തിന്ന് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അടിപൊളി. ഇത്ര രസം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ആദ്യം പറഞ്ഞിട്ടുമ്മ. മസാല ഒക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും പൊറോട്ട വാങ്ങും. പൊറോട്ട ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതേപോലെ കോഴിമുട്ട ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. എന്നാലും മസാലയും ഇതൊക്കെ പാടെ വെച്ചുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. മുട്ട തിന്നാത്തവർക്കും ഇതൊന്ന് തിന്നാൻ നോക്കാം. മുട്ട തിന്നാത്തവർക്കും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് അവർക്ക് തോന്ന് ട്രൈ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.